പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷവോമിയുടെ എല്ലാ ഫോണുകളിലും ഫോട്ടോ എഡിറ്റിംഗ് ഫീച്ചറുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്യാമറ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. നമ്മൾ ഗാലറി പോവുക. ഗാലറിയിൽ നിന്ന് ഈ നമ്മൾ എടുത്ത ഫോട്ടോയുടെ അതിനകത്ത് രണ്ടാമത് എഡിറ്റ് എന്ന് പറയുന്ന ബട്ടൺസ് ഇത് പ്രസ് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ക്രോപ്പ് ചെയ്യുകയും ചെയ്യാം. കണ്ടോ, ക്രോപ്പ് ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്നുണ്ടെങ്കിൽ കണ്ട, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്യാം. ഉണ്ടോ, അല്പം മാറ്റി ഉണ്ടോ, ഇത് ചരിക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ലെവലാക്കാം. ഇനി അടുത്ത് നമുക്ക് അത് ചെറുതാക്കി ഉണ്ടാകും. ഇത് സ്ക്വയർ രൂപത്തിൽ വരണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ അങ്ങനെയുള്ള രീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. 16:9 എന്നുള്ള ആസ്പെക്റ്റ് റേഷ്യോയിലേക്ക് ആക്കാം. 9:16 എന്നുള്ള ആസ്പെക്റ്റ് റേഷ്യോയിലേക്ക് ആക്കാം. എന്തു വേണോ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി ഈ ക്രോപ്പായി ഇനി ബ്യൂട്ടിഫൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫുഡ് എന്ന് പറയുന്ന ഇത് കൊടുക്കുമ്പോൾ അല്പം കൂടി അത് ലൈറ്റ് ആവും. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ അല്പം കൂടി ഡാർക്കാവും. പോർട്രേറ്റ് അല്പം കൂടി മോഡിഫൈ ചെയ്ത് തരും. ഇതിലേതെങ്കിലും ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഫിൽറ്റർ, ഈ ഫിൽറ്ററിൽ നമുക്കിതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. ഇത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. പല കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കളർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിൽ ക്ലാസിക് ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, മൂവി ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റിക്കർ, നമുക്ക് ഇതിന് എന്ത് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാൻ പറ്റും. ഈ പിക്ചറിനെ നമുക്ക് ഇവിടെ താടി വെച്ച് കൊടുക്കുക. അത് ചെറുതാക്കാം, അത് വലുതാക്കാം. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വയ്ക്കാം. വേണ്ട, ഇതുപോലെയൊക്കെ ആക്കാം. അതുപോലെ താടി വേണമെന്നുണ്ടെങ്കിൽ താടി വയ്ക്കാം. വേണ്ട, അത് നമുക്ക് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാം. ഇഷ്ടമുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ അക്സസറീസ്, ഇത് ക്യാപ്പ് വയ്ക്കാം. ഉണ്ടാകും, അത് വലുതാക്കി ഇഷ്ടമുള്ള രീതിയിൽ ക്യാപ്പ് വയ്ക്കാം. ഇനി ബാഡ് ഹെയർ ഡേ, ഈ നമുക്ക് ക്യാപ്പ് വയ്ക്കാം. അതേപോലെ തന്നെ തലപ്പാവ് വയ്ക്കാം. ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ക്യൂട്ടി, ഇതും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു കണ്ണിൻ്റെ സ്ഥാനത്ത് വളയ്ക്കുകയോ തിരിക്കുകയോ ഒക്കെ ചെയ്യാം. ഉണ്ടാകും, ആ സ്ഥാനത്ത് വയ്ക്കാം. വേർഡ്സ് എന്ന് പറയുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഈ സിമ്പൽ കൊടുക്കാം. കോമിക്സ് ആയിട്ടുള്ള ഇത് എന്ത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സമ്മർ, സ്പ്രിങ്, മൈ ലൈഫ്, ഇതിപ്പോൾ ഒന്ന് രണ്ട് പിക്ചറുകൾക്ക് നമുക്ക് അടുത്തടുത്തെടുത്ത് വയ്ക്കുക. നമുക്കൊരു ചെറിയ കഥ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടുത്തടുത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സ്റ്റിക്കറാണ് ഇപ്പോൾ നോക്കിയത്. അപ്പോൾ ഡൂഡിൽ, ഈ ഡൂഡിലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇതേപോലെ ഏതെങ്കിലും ഒരു പത്ര കട്ടിങ്സ് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അതിന് എംഫാസിസ് ചെയ്യാൻ വേണ്ടി അടിയിലൊരു വര വരയ്ക്കില്ലേ. അപ്പോൾ അതാണ്ട ഇതിൽ ഞാനിപ്പം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കളർ ഇതാണ്. ഈ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പച്ച കൊടുക്കാം, ഓറഞ്ച് കൊടുക്കാം, റെഡ് കൊടുത്തു. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അപ്പം ആദ്യം കിടക്കുന്ന സെലക്ട് ചെയ്തിട്ട് കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, അതിനടിയിലൊരു വര കൊടുത്തു. ഇനി അടുത്ത് നമുക്കത് കോളത്തിനകത്താക്കണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. റാങ്ക് ഉറപ്പാക്കാൻ റാങ്ക് ഉറപ്പാക്കാൻ നമുക്കതിനകത്ത് ഇതേപോലെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട്, ആരോ മാർക്ക് വേണമെങ്കിൽ ആരോ മാർക്ക്, അത് ചെറുതാക്കാം, വലുതാക്കാം, റൊട്ടേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം.
ഓക്കെ. ഇനി നമുക്ക് എന്തെങ്കിലും അതിനകത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് എഴുതാം. കേരള. ഓക്കെ. ഇതെവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും അത് ചെയ്യാവുന്നതാണ്. ഇനി അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് ലൈറ്റ് അത് നമുക്ക് ഡാർക്കാക്കി എടുക്കാം. അതിൻ്റെ പിക്ചർ ലൈറ്റാക്കി എടുക്കാം, ഡാർക്കാക്കാം. ഇനി അതിന് സാച്ചുറേഷൻ വേണമെങ്കിൽ കൊടുക്കാം. കുറച്ചുകൂടി ലൈറ്റ് അതിൻ്റെ വ്യത്യാസം കണ്ടോ? ഓക്കെ. ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത് ഫ്രെയിം. നമുക്കിതിന് ഇഷ്ടമുള്ള ഫ്രെയിം 9:16 മൂവി ടൈപ്പ് ആണെങ്കിൽ അത് 4:3 വേണമെങ്കിൽ അത് 3:4 വേണമെങ്കിൽ ആ രീതിയിൽ. ഓക്കെ. ഇനി ഈ മൊസൈക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും എടുത്തിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക. അതേപോലെ എഫക്റ്റ് കൊടുക്കുക. ഇനി പൂക്കൾ ഇതിനകത്തുണ്ട്. പൂക്കൾ വേണമെങ്കിൽ അപ്പം ബർത്ത്ഡേയുടെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് എഫക്റ്റ് കൊടുത്തിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഇപ്പം തൊഴിൽ വാർത്ത എന്നുള്ളത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇറൈസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇറൈസ് വെച്ചിട്ട് നമുക്ക് തൊഴിൽ വാർത്ത നമുക്ക് വേണ്ട, അത് വേണ്ടെങ്കിൽ നമുക്കത് ഇറൈസ് ചെയ്ത് കളയാം. ഓക്കെ. അതേപോലെ ഫാക്റ്റ് ഫയൽ വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് വേണ്ട, നമുക്ക് എറേസ് ചെയ്തു. ഇനി ലൈൻ വെച്ചിട്ട് എറേസ് ചെയ്യണമെങ്കിൽ മത്സര പരീക്ഷ നമുക്ക് ഒരു ലൈനായിട്ട് നമുക്ക് കളയാം. ഒരുപാട് ഉപകാരമുള്ള ഒരു എഡിറ്റിംഗ് ടൂളാണിത്. ഫോട്ടോ എഡിറ്റിംഗ് ആണ്. ഇത് എല്ലാ ഫോണുകളിലും, ഷവോമിയുടെ എല്ലാ സീരീസ് ഫോണുകളിലും അവർ ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ, ഇത് ഒന്ന് നോക്കുക. ഇതേപോലെ തന്നെ നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. ഏറ്റവും റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് റീനെയിം കൊടുക്കുക. ഇപ്പം തൊഴിൽ വാർത്ത എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തൊഴിൽ വാർത്ത എന്ന് പറഞ്ഞ് കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സേവായി. ഫയൽ എക്സ്പ്ലോറർ പോയിട്ട് അതിൽ തൊഴിൽ വാർത്ത എന്ന് പറഞ്ഞടിച്ചാൽ അത് മാത്രമേ വരൂ. അത് മാത്രം. അല്ലെങ്കിൽ 1000-ഓളം അല്ലെങ്കിൽ 1000-ൽ കൂടുതൽ ഫോട്ടോസുള്ള ഒരു മൊബൈലിൽ നിന്നാണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ആധാർ കാർഡാണ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ആധാർ എന്ന് പറഞ്ഞ് റീനെയിം ചെയ്ത് വയ്ക്കുക. വോട്ടേഴ്സ് ID കാർഡാണെങ്കിൽ അത്. നിങ്ങളുടെ മകൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് മകൻ്റെ പേര് കൊടുക്കുക, റീനെയിം ചെയ്യുക. അങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. ഓക്കെ. ഇത് ഫേവറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫേവറേറ്റ് ബട്ടൺ കൊടുക്കുക, ഡിലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ബട്ടൺ കൊടുക്കുക. ഓക്കെ. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.